أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. السلام عليكم ورحمة الله وبركاته. പ്രിയ സഹോദരിമാരെ, എല്ലാവരും ഹാപ്പിയായി സന്തോഷത്തോടെ ഇരിക്കുന്നല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതിന്റെ ആ ഒരു ദിക്റിനെ അർത്ഥം, അതിന്റെ തഫ്സീർ തുടങ്ങിയ കാര്യം, അതിന്റെ പ്രാധാന്യം, അതിന്റെ ഗുണങ്ങളെ തുടങ്ങിയ കാര്യങ്ങളെ പറയാനാണ് ഇൻഷാ അല്ലാഹ്. ആദ്യമേ പറയട്ടെ, നമ്മൾ അഊദു അഊദു ഔദു ദു എന്ന് ദാലിന് പുള്ളി ഉള്ളതാണെന്ന് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ ഓതുന്നത് കണ്ടിട്ടുണ്ട്. ഐന് നമ്മുടെ തൊണ്ടയുടെ നടുക്ക് നിന്ന് വരുന്ന അക്ഷരമാണ്. നമ്മളെ വിരല് തൊണ്ടയുടെ നടുക്ക് വെച്ചാലാണ് ഐന് എന്ന അക്ഷരം കറക്റ്റ് ആയിട്ട് ഉച്ചരിക്കാൻ കഴിയുക. ഒന്ന് പറഞ്ഞു നോക്കുക. ഔദു ദാലിന് പുള്ളിയുള്ള നമ്മളെ ഒരു ചെറിയ വൈബ്രേഷൻ നമ്മളെ നാവിന്റെ തുഞ്ചത്ത് നമുക്ക് ഫീൽ ചെയ്യും. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനി. ഓക്കെ, ഷെയ്ത്താനി വായ നിറച്ചിട്ടുള്ള ത. പലരും ഇത് ഷെയ്ത്വാനി ത്വ എന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്. ഷെയ്ത്താനി. ഓക്കെ, ഷെയ്ത്താനി റജീം റജീം റജീം. അത് എന്നുള്ള രീതിയിൽ വരരുത്. നമ്മളെ നാവ് അണ്ണാക്കിലേക്കാണ് തട്ടേണ്ടത്. ആ രീതിയിൽ മിനശ്ശൈത്വാനി റജീം. ഓക്കെ, ഇനി നമുക്ക് ഈ ദിക്റിന്റെ അർത്ഥം നോക്കാം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു. അല്ലെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് ഭരമേൽപ്പിക്കുന്നു. ഇതൊക്കെയാണ് ഈ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതിന്റെ നേരർത്ഥം. ഇതിനെ തഅവ്വുദ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഇസ്തിആദ എന്നും പറയുന്നുണ്ട്. ഇസ്ലാമിൽ ഇതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. തഅവ്വുദിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പിശാചിന്റെ ദുഷിച്ച ചിന്തകളിൽ നിന്ന്, തെറ്റായ പ്രേരണകളിൽ നിന്ന്, സംശയങ്ങളിൽ നിന്ന് ഒക്കെ അള്ളാഹുവിന്റെ സംരക്ഷണം തേടുക എന്നുള്ളതാണ്. ഖുർആനിൽ അള്ളാഹുവിന്റെ കൽപ്പന, ഖുർആൻ വായിക്കുമ്പോൾ തഅവ്വുദ് ചൊല്ലാൻ അള്ളാഹു നേരിട്ട് കൽപ്പിക്കുന്നുണ്ട്. നീ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവോട് അഭയം തേടുക എന്ന് സൂറത്തു അൻ-നഹ്ൽ 98-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് തഅവ്വുദ് വെറും ഒരു വാചകം മാത്രമല്ല, ഹൃദയത്തോടെ അള്ളാഹുവിലേക്ക് തിരിയുന്ന ഒരു പ്രവൃത്തി കൂടിയാണ് എന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് ആവശ്യം എന്ന് വെച്ചാൽ, പിശാചിന്റെ പ്രധാന ലക്ഷ്യം ഖുർആൻ മനസ്സിലാക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുക, തെറ്റായ സംശയങ്ങൾ ഉണ്ടാക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക. ഈ തഅവ്വുദ് ചെല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ശാന്തമാവുന്നു, അനാവശ്യ ചിന്തകൾ മാറുന്നു, ഖുർആൻ ശരിയായ രീതിയിൽ ഗ്രഹിക്കാൻ നമുക്ക് സഹായം ലഭിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ ഏത് സമയത്തും പിശാചിന്റെ പ്രേരണ വന്നാൽ എന്ത് ചെയ്യണമെന്ന് ഖുർആനിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിശാചിൽ നിന്ന് നിനക്ക് വല്ല ദുഷ്പ്രേരണയും തോന്നിയാൽ നീ അള്ളാഹുവിൽ അഭയം തേടുക. അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്, എല്ലാം അറിയുന്നവനുമാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും പിശാചിന്റെ ദോഷം തോന്നിയാൽ ഉടൻ അള്ളാഹുവിലേക്ക് തിരിയുക എന്നതാണ്. ഖുർആൻ വായനയ്ക്ക് പുറമെ തഅവ്വുദിന്റെ ഗുണം ഖുർആൻ വായനയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇസ്ലാമിലെ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ, പ്രധാന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ തഅവ്വുദും ബിസ്മില്ലാഹിയും ചൊല്ലുന്നത് ഒരു സുന്നത്തായ ശീലമാണ്. ഇത് തെറ്റുകളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു, പ്രവർത്തനങ്ങളിൽ ബർക്കത്തുണ്ടാക്കുന്നു, മനസ്സിനെ ശരിയായ നിലയിൽ നിർത്തുന്നു. ആത്മീയ സംരക്ഷണ കവചമാണ് തഅവ്വുദ് എന്ന് പറയുന്നത്.
പിശാചിന്റെ ദുഷിച്ച ചിന്തകളെ തടയുന്ന ആത്മീയ പരിച ആണ് താവൂദ് എന്ന് പറയുന്നത്. സംശയങ്ങൾ നീക്കാൻ സഹായിക്കുന്നുണ്ട്. ഹൃദയത്തിൽ അള്ളാഹുവിലേക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. അഭയം തേടല് ഖുർആനിന്റെ മറ്റ് ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് നോക്കാം. നമുക്ക് ഖുർആനിലെ ഈ ഒരു താവൂദ് കൊണ്ട് മാത്രമല്ല അള്ളാഹുവിനോട് അഭയം തേടുന്നത് അല്ലെങ്കിൽ നമ്മളെ ഭരമേൽപ്പിക്കുന്നത്. സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ് എന്നിവയിൽ അള്ളാഹു നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക്, പറയുക പ്രഭാതത്തിന്റെ രക്ഷിതാവിനോട് ഞാൻ അഭയം തേടുന്നു. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എല്ലാ തിന്മകളിൽ നിന്നും രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു ശക്തി അള്ളാഹു മാത്രമാണെന്ന്, അള്ളാഹുവിനാണെന്ന്. ചുരുക്കത്തിൽ താവൂദിന്റെ ഗുണങ്ങളെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ദിക്ർ അള്ളാഹുവിന്റെ സംരക്ഷണം നൽകുന്നുണ്ട്. പിശാചിന്റെ ദുഷ്പ്രേരണകളിൽ നിന്ന് അള്ളാഹുവിന്റെ സംരക്ഷണം നൽകുന്നുണ്ട്. അതുപോലെ പ്രത്യേകിച്ചും ഖുർആൻ വായിക്കുന്ന സമയത്ത് ശ്രദ്ധയും ആത്മാർത്ഥതയും വർദ്ധിപ്പിക്കുന്നുണ്ട്. എല്ലാ സമയത്തും നമുക്ക് ഔദ് ചൊല്ലിക്കഴിഞ്ഞാൽ ശ്രദ്ധയും ആത്മാർത്ഥതയും വർദ്ധിക്കാൻ സഹായിക്കും. നമ്മുടെ തൗഹീദിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. സംരക്ഷണം നൽകുന്നത് അള്ളാഹു മാത്രമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജാഗ്രത വളർത്തുന്നു. പിശാചിന്റെ ശത്രുതയെക്കുറിച്ച് ബോധവാനാക്കുന്നു. അനുഗ്രഹങ്ങൾ ക്ഷണിക്കുന്നു. അള്ളാഹുവിന്റെ സഹായവും പിന്തുണയും നേടാൻ ഈ ഒരു തഅവ്വുദിനെ കൊണ്ട് മാത്രം നമുക്ക് സാധിക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. തഅവ്വുദ് എന്ന് പറയുമ്പോൾ വേറൊരു വാക്കല്ല, ഒരു ആഴത്തിലുള്ള ആരാധന തന്നെയാണ്. അള്ളാഹുവിലുള്ള പൂർണ്ണമായും നമ്മൾ അള്ളാഹുവിൽ ആശ്രയിക്കുന്നതിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് തഅവ്വുദ് അഥവാ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്നത്. ജീവിതത്തിലെ പരീക്ഷണങ്ങളെ നേരിടാനും പിശാചിന് ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹുവുമായി ശക്തമായ ബന്ധം നിലനിർത്താനും ഓരോ മുസ്ലിമിനും അത്യന്താപേക്ഷിതമായ ഒരു ആത്മീയ ആയുധമാണ് തഅവ്വുദ് എന്ന് പറയുന്നത്. അതിനെല്ലാം പുറമെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഷെയ്ത്താൻ അഥവാ ഷപ്പാന എന്നുള്ള അക്ഷരങ്ങളെ പ്രധാനമായും കയറ് എന്നാണ് അതിന് അർത്ഥം വരുന്നത്. അപ്പം ഷെയ്ത്താന് നമ്മളെ കയറ് കൊണ്ട് കെട്ടുന്ന സമയത്ത് അള്ളാഹുവിന് മാത്രമാണ് ആ കയറ് ഒഴിവാക്കി കയറ് അഴിച്ചുകൊണ്ട് രക്ഷപ്പെടുത്താനുള്ള കഴിവുള്ളൂ. ഓരോ സമയം ഷെയ്ത്താൻ നമ്മളെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുന്ന സമയത്തും നമ്മൾ താവൂദിലൂടെ ഔദ് ചെല്ലുന്നതിലൂടെ നമ്മൾ ഷെയ്ത്താനെ ദൂരേക്ക് മാറ്റി നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമുക്ക് ഷെയ്ത്താന്റെ ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മൾ ഇനി പറയാൻ പാടില്ല. കാരണം നമുക്ക് ഏത് നേരവും അള്ളാഹുവിനോട് ഷെയ്ത്താനെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ മാറ്റി നിർത്തി തരാനുള്ള ഒരു ചാവിയാണ് തഅവ്വുദ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മൾ ഷെയ്ത്താന്റെ ഒരു ബുദ്ധിമുട്ടും ഏൽറ്റുകൊണ്ട് നമ്മൾ വിഷമിക്കൂല എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തൊക്കെ എപ്പോഴൊക്കെ ഏതൊക്കെ രീതിയിൽ ഷെയ്ത്താൻ നമ്മളെ ബുദ്ധിമുട്ടിച്ചാലും അത് നമ്മളെ പല രീതിയിലാവാം. ചിലപ്പം നമുക്ക് രോഗം തോന്നിപ്പിച്ചിട്ടാവാം, മാനസികമായ ബുദ്ധിമുട്ടുകളാവാം, നമ്മള് മറ്റു രീതിയിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുള്ള ഏത് രീതിയിലാണെങ്കിലും, അല്ലെങ്കിൽ ഖുർആനുമായിട്ട് ദൂരം ഉണ്ടാക്കുന്ന രീതിയിലാവാം. ഷെയ്ത്താൻ ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മുടെ നഫ്സിലേക്ക് അല്ലെങ്കിൽ നമ്മളെ മനസ്സിലേക്ക് കയറി കൂടിയിട്ടാണ്. അപ്പം നമ്മളെ മനസ്സിൽ ചീത്ത ചിന്തകൾ വന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ ചിന്ത അവിടെ കിടന്ന് വലുതാവാൻ അള്ളാഹു സമ്മതിക്കൂല. അള്ളാഹു അതിൽ നിന്ന് നമുക്ക് രക്ഷ തരും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നല്ലൊരു മുസ്ലിമയായിട്ട് നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് കൊണ്ട് സ്വർഗത്തിലേക്ക് എത്താനും അവിടെ സ്വഹാബ സ്ത്രീകളുടെ കൂടെ നമുക്കും ചെലവഴിക്കാനൊക്കെയും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞങ്ങൾ നടത്തുന്ന ഖുർആനിക ക്ലാസ്, സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഖുർആനിക ക്ലാസ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഞാൻ അതിനുള്ള ലിങ്ക് അയച്ചു തരുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അതിൽ ഉൾപ്പെടുന്നത് ഖുർആൻ, തജ്വീദ്, തഫ്സീർ, തർജമ, ഇങ്ങനെ നല്ല മുസ്ലിമയായിട്ട് അള്ളാഹുവിനോട് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ട് നമ്മുടെ ഓരോ ദിവസവും ജീവിത ലക്ഷ്യം
കൈവരിക്കാം, ജീവിതത്തിൽ എങ്ങനെ സക്സസ് ആവാം എന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് ഇൻഷാ അള്ളാ കിട്ടുന്നത്. അതുകൂടാതെ നമുക്ക് സ്വർഗത്തിലേക്കുള്ള കുറച്ച് കൂട്ടുകാരെയും അതുപോലെ നമുക്ക് അള്ളാഹു പറഞ്ഞ ഉന്നതരിൽ ഉൾപ്പെടാനും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും ഉന്നതരായവര് ഖുർആനുമായി ബന്ധപ്പെട്ടവരാണ്, ഖുർആൻ പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരുമാണെന്ന്. അപ്പം ആ ഉന്നതരിൽ നമ്മൾ ഉൾപ്പെടാനും സാധിക്കും ഇൻഷാ അള്ളാഹ്. ഇതില് പ്രായഭേദമന്യേ ആർക്കും പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് മാത്രമാണ് പഠിക്കേണ്ടതുള്ളൂ. ഇതില് പരീക്ഷകൾ കുറവാണ്, നിർബന്ധ പഠനമില്ല. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള കമന്റ് വഴി വാട്സപ്പിലേക്ക് ജോയിൻ ചെയ്യാം ഇൻഷാ അള്ളാഹ്. 300 രൂപയാണ് ഫീസ് വരുന്നത്. ഇൻഷാ അള്ളാഹ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ അള്ളാഹു നമ്മളെല്ലാവരും തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.